ഇടുക്കി, എറണാകുളം, പത്തനംതിട്ട ജില്ലകളിലെ മലയോര മേഖലകളിലൊക്കെ മഴ കനക്കുകയാണ്. മൂന്നാർ ദേവികുളം കോളനിയിൽ വീടിന് മുകളിലേക്ക് കരിങ്കൽ കെട്ടിടിഞ്ഞു വീണു. പത്തനംതിട്ട പമ്പാ നദി കരകവിഞ്ഞു. എറണാകുളം കുട്ടമ്പുഴ പഞ്ചായത്തിലെ മണികണ്ഠൻ ചാലിൽ മഴ കനത്തതോടെ ക്രോസ് വേ മുങ്ങി. ഇടുക്കി ദേവികുളം വിൽസന്റെ വീടിന് മുകളിലേക്കാണ് കരിങ്കൽ കെട്ടിടിഞ്ഞു വീണത്. വിൽസണും ഭാര്യയും കുട്ടികളും തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. ഏലപ്പാറ ബോണാമിയിൽ മരമൊടിഞ്ഞു വീണ വീട് ഭാഗികമായി തകർന്നു. ഇടുക്കി വാളറയിൽ നിർത്തിയിട്ടിരുന്ന സ്കൂൾ വാലിന് മുകളിലേക്ക് ഇല്ലിക്കൂട്ടം മറിഞ്ഞു വീണു. രാത്രി പെയ്ത മഴയിൽ മലയോര മേഖലയിലെ പ്രധാന പാതകളിലേക്ക് മണ്ണിടിഞ്ഞു വീണിരുന്നു. മണ്ണ് മാറ്റി ഗതാഗതം പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. ജലനിരപ്പ് പരമാവധി സംഭരണശേഷിയിലെത്തിയതോടെ കല്ലാർകുട്ടി, പാമ്പ്ള, മലങ്കര ഡാമുകളുടെ ഷട്ടറുകൾ തുറന്നു. ജില്ലയിൽ രാത്രിയാത്ര നിരോധിച്ചിരിക്കുകയാണ്. മൂന്നാറിൽ 3 ദുരിതാശ്വാസ കേന്ദ്രങ്ങളും തുറന്നിട്ടുണ്ട്. പത്തനംതിട്ടയിൽ അരയാഞ്ഞിലമൺ, കുരുമ്പൻമൂഴി കോസ്വേകൾ പൂർണ്ണമായി മുങ്ങി. 500ഓളം കുടുംബങ്ങൾ ഒറ്റപ്പെട്ടു. കോന്നി തണ്ണിത്തോട് പഞ്ചായത്ത് മൈതാനത്തിന്റെ മതിലിടിഞ്ഞു താഴ്ന്നു. ആവണിപ്പാറയിലെ ആദിവാസികളും ഒറ്റപ്പെട്ട അവസ്ഥയിലാണ്. കോട്ടയം ജില്ലയിൽ ശക്തമായ കാറ്റും മഴയും തുടരുന്നു. ജില്ലയിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധിയാണ്. മലയോര മേഖലയിലടക്കം ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പലയിടങ്ങളിലും ഇന്നലെ കാറ്റിൽ മരങ്ങൾ കടപുഴകി വീണു. നിരവധി വീടുകൾക്കും കേടുപാടുകളുണ്ടായി. MC റോഡിൽ ഗതാഗത തടസ്സവും നേരിട്ടു. എറണാകുളം പൂതൃക്ക പഞ്ചായത്തിലെ 7ാം വാർഡിൽ വീടിന്റെ സൺഷെയ്ഡിലേക്ക് 25 അടി ഉയരത്തിൽ നിന്ന് മണ്ണിടിഞ്ഞു വീണു. ആലുവ പെരിയാർ തീരത്ത് കനത്ത കാറ്റിൽ മരങ്ങൾ കടപുഴകി. മഴ ശക്തമായ സാഹചര്യത്തിൽ ദുരന്ത നിവാരണ സേനയുടെ ഒരു യൂണിറ്റ് എറണാകുളത്ത് ക്യാമ്പ് ചെയ്യുകയാണ്. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 ഇടുക്കി.